TCSലെ റാക്കറ്റ് ലക്ഷ്യമിട്ടത് 12 വനിതകളെയാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. നിലവിലുള്ളത് 9 പേരുടെ പരാതികളാണ്. മലേഷ്യയിലുള്ള ഇമ്രാൻ എന്ന വ്യക്തിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ സമയത്ത് പുറത്തുവരികയാണ്. ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ദില്ലിയിൽ നേരുന്നുണ്ട്. ധനേഷ്, ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. എന്തൊക്കെയാണ് നാസിക്കിൽ? പ്രത്യേകിച്ച് ഒന്ന് സ്ഥാപനം ആദ്യം കിട്ടിയ പരാതി മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൗരവതരമായ കാര്യം. ബാഹ്യ ഇടപെടൽ ഈ സംഘത്തെ നയിച്ചിരുന്നോ എന്നുള്ള ബലപ്പെടുന്ന സംശയങ്ങൾ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? നാസിക് പോലീസ് ഇത് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണത്തിലേക്കാണ് നീങ്ങുകയാണ്. ഒരു അണ്ടർ കവർ എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം അവിടെ ക്ലീനിംഗ് സ്റ്റാഫായിട്ടൊക്കെ തന്നെ ആ സ്ഥാപനത്തിനുള്ളിൽ കടന്നു കയറി അവിടേക്ക് എത്തി മറ്റു കാര്യങ്ങൾ പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഒരു വലിയ റാക്കറ്റിനെ പിടികൂടിയെന്നുള്ള അവകാശവാദമാണ് നാസിക് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് നിലവിൽ 7 പേർക്കെതിരെയാണ് കേസ്. അതിൽ 6 യുവാക്കൾ, അവിടുത്തെ ജീവനക്കാർ, ഉന്നത ഉദ്യോഗസ്ഥരായ ജീവനക്കാർ, ഒരു HR ഉദ്യോഗസ്ഥ, ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന HR ഉദ്യോഗസ്ഥക്കെതിരെയും പരാതിയുണ്ട്. ഇവരിപ്പോഴും ഒളിവിലാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് 12 വനിതകളെയാണ് ഇവിടുത്തെ ഈ റാക്കറ്റ് ലക്ഷ്യമിട്ടതെന്നുള്ള കാര്യമാണ്. ഇതിൽ 9 പേരുടെ പരാതി അടക്കം ലഭിച്ച് അവരിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരുടെ പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി അതിലും അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാസിക് പോലീസ് വ്യക്തമാക്കുന്നത്. മലേഷ്യയിലുള്ള ഒരു മതപ്രബോധകൻ ഇമ്രാൻ എന്നുള്ള വിളിക്കുന്ന ഈ മതപ്രബോധകന് ഇതിലൊക്കെ തന്നെ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ചില കണ്ടെത്തലുകളായി അവിടുത്തെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികളും ഈ അറസ്റ്റിലായവരും തമ്മിലുള്ള ചാറ്റിലൊക്കെ തന്നെ ഇയാളുടെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കും ഈ റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മലേഷ്യയിലാണ് ഈ ഇമ്രാൻ എന്നുള്ള മതപ്രബോധകനുള്ളത്. അയാളെ കണ്ടെത്താനും അയാളെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള നടപടിയിലേക്കൊക്കെ തന്നെ നീങ്ങുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വേറെ അത് പോലീസ് പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഈ ഡാനിഷ് അലി എന്നുള്ള ഈ ജീവനക്കാരൻ, ആ ജീവനക്കാരന് ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം തകർന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പരാതി മാത്രമാണെന്നും മറ്റു പലർക്കും ഈ കേസുമായി ബന്ധമില്ലെന്നും അറസ്റ്റിലായ ഒരു യുവാവിന്റെ, ഈ ജീവനക്കാരന്റെ ഭാര്യ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഊർജ്ജമായി തന്നെ തുടരുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് നാസിക്കിലെ TCSൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ശരി ധനേഷ്, ഇന്ന് വിഷു ദിവസമാണ്. രാവിലെ പ്രേക്ഷകരുടെ ആശംസയൊക്കെ നമ്മൾ രാവിലെ വർത്തമാനം തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ശ്രദ്ധയിൽ പെട്ടത് ഈ നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ചാളുകൾ, ഞാൻ എല്ലാവരും നല്ല കുറച്ചാളുകൾ ആവർത്തിച്ച് ഇതിങ്ങനെ സ്പാം ചെയ്യുകയാണ്. ഭയമാണോ മുക്കിയോ അതാണെന്ന്. 9 മണിക്ക് നമ്മൾ ദേശീയ വാർത്തകളുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാറുണ്ട്. ആ സമയത്ത് ഈ വാർത്തയെ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും പ്രത്യേക ഒരു വാർത്തയോട് മമതയോ വിദ്വേഷമോ മൂടിവെക്കലോ പൂഴ്ത്തിവെക്കലോ നയമല്ല. ഇനി കുറച്ചുപേർ ആവർത്തിച്ച് 10,000 തവണ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ വാർത്തയും മാറ്റിവെച്ച് ഭയം ഉടനെ അത് ആദ്യം കൊടുക്കുന്ന രീതിയും ഏഷ്യാനെറ്റ് ന്യൂസിലില്ല. പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ആ വാർത്തയുടെ ഗൗരവത്തെ ഒരു അല്പം പോലും കുറച്ച് കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ അതിന്റെ ഫോളോ അപ്പ് ആണ് നമ്മൾ നൽകിയത്.